ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. ഞാനിത് മെയിനായിട്ട് അൺബോക്സ് ചെയ്യാനുള്ള കാര്യം എന്താണെന്നുള്ളത് അതിൻ്റെ റിവ്യൂ കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് വന്നിട്ടൊരു മെയിൻ കാര്യം ഞാൻ പറയുന്നതായിരിക്കും. വീഡിയോയുടെ എൻഡിലും മിഡിലും ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഒരു മൈക്കായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് അതിൽ 2 മൈക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ ഞാനത് കണ്ടിട്ടാണ് മൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിന് മുന്നേ ഇതേ സെയിം മൈക്ക് ഞാൻ ഒരെണ്ണം സെയിം ബ്രാൻഡ് സെയിം കമ്പനിയുടെ തന്നെ ഞാൻ വാങ്ങിയായിരുന്നു. അത് ഞാൻ തിരിച്ച് റിട്ടേൺ വിട്ടിട്ടുണ്ടായിരുന്നു. റിട്ടേൺ വിടാനുള്ള കാര്യം ഞാൻ വന്നിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം അതിൻ്റെ കണക്ടർ വന്നിട്ട് നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന കണക്ടർ വന്നിട്ട് C ടൈപ്പ് അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിട്ടേൺ വിട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് ഇതായിരുന്നു, C ടൈപ്പ് ആയിരുന്നു. പക്ഷേ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് C ടൈപ്പ് അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ അതെൻ്റെ ഫോണിൽ സപ്പോർട്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഞാനത് C ടൈപ്പ് അല്ലാത്തതുകൊണ്ട് ഞാൻ റിട്ടേൺ വിട്ടിട്ടുണ്ടായിരുന്നു, പ്രൊഡക്റ്റ് മാറി വന്നതുകൊണ്ട്. അപ്പം അങ്ങനൊരു സംഭവം ഫ്ലിപ്കാർട്ടിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് എക്സ്ചേഞ്ച് ചെയ്ത് അവരെ കോൺടാക്ട് ചെയ്ത് ഫസ്റ്റ് റിട്ടേൺ ഓപ്ഷൻ ഇല്ലായിരുന്നു, റീഫണ്ട് ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ട് ഞാനത് റിട്ടേൺ എക്സ്ചേഞ്ച് ആക്കി C ടൈപ്പിൻ്റെ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വാങ്ങിയിട്ട് ഞാൻ രണ്ടാമത് എനിക്ക് എക്സ്ചേഞ്ച് ആയി കിട്ടിയത് C ടൈപ്പിൻ്റെ ആയിരുന്നു. ഇതാണ് ഐറ്റം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് അൺബോക്സ് ചെയ്യുമായിരുന്നു. ഇതിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കറക്റ്റ് അവർ പറയുന്ന പോലെ 2 മൈക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. C ടൈപ്പ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഐഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന മാറ്റി കണക്ട് ചെയ്യാനുള്ള ഇതും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളിത് വാങ്ങിക്കുന്നവർ ആരെങ്കിലും ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ട് ഇത് വാങ്ങാൻ നോക്കിയിരിക്കുന്നവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇല്ല വാങ്ങി അബദ്ധം പറ്റിയിട്ട് റീഫണ്ട് ആകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഞാനിത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നുണ്ട് ഇതിൽ. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കൊക്കെ വർക്കിംഗ് കണ്ടീഷൻ ആയിരുന്നു. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഓക്കെ ആയിരുന്നു. വാല്യൂ ഫോർ മണിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ഞാൻ കണ്ടത് ഇത് എല്ലാ ഫോണിലും വന്നിട്ട് വർക്കാകത്തില്ല. പിന്നെ ഇത് ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും ബാക്കി എല്ലാ ഫോണിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്കാകുക. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ ഓപ്പൺ ക്യാമറയിൽ നമുക്ക് നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഷൂട്ട് ചെയ്താൽ മാത്രമേ ഇത് വർക്കാവത്തുള്ളൂ ഈ മൈക്ക്. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓപ്പൺ ക്യാമറയിൽ വന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്കുള്ള ക്വാളിറ്റി കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ അതിൽ ഷൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ ഈ കണക്ടർ വെച്ചിട്ട് നമ്മുടെ നോർമൽ ക്യാമറയിൽ യൂസ് ആവേണ്ടതാണ് എല്ലാ ഫോണിലും. പക്ഷേ ഈ C ടൈപ്പ് കണക്ടർ വന്നിട്ട് എല്ലാ ഫോണിലും വന്നിട്ട് വർക്കാവില്ല. പോക്കോ, റെഡ്മി, പിന്നെ സാംസങ് അങ്ങനെയുള്ള ഫോണുകളിലൊന്നും ഇത് വർക്കാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാനത് പിന്നീട് റിട്ടേൺ വിടാൻ നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് റിട്ടേൺ ഓപ്ഷനും കാണിക്കുന്നുണ്ടായിരുന്നില്ല, റീഫണ്ട് ഓപ്ഷൻ ഒന്നും തന്നെ. എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നില്ല, റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ റിട്ടേൺ ഓപ്ഷൻ മീൻസ് റീപ്ലേസ്മെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് റീഫണ്ടും അതുപോലെ എക്സ്ചേഞ്ച് ഓഫറും കാണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് മാറ്റിയിട്ട് ആദ്യം എനിക്ക് എൻ്റെ ഫോണിൽ കണക്റ്റ് ആവുന്ന അങ്ങനെയുള്ള നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ പോയിന്റ് ഉണ്ടല്ലോ, അതിൽ കണക്ട് ചെയ്യുന്ന ടൈപ്പ് കണക്ടറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആരെങ്കിലും ഇതുപോലെ നിങ്ങളും വാങ്ങിയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് റിട്ടേൺ ആ ഒരു ഓപ്ഷനും കാര്യങ്ങളും കിട്ടാൻ റീഫണ്ട് ആവാണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റിന് കൊടുക്കുക. റീപ്ലേസ്മെൻറ്റിന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ സെയിം സാധനം തന്നെ നിങ്ങൾക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ വരും. എന്നിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അവർ വാങ്ങിയിട്ട് പോകും. അതിനുശേഷം നമ്മൾ ഇത് കയ്യിൽ കിട്ടിയതിന് ശേഷം ഒന്നുകൂടി റിട്ടേൺ ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെ റിട്ടേൺ ഓപ്ഷൻ വീണ്ടും കൊടുക്കുന്ന ടൈമിൽ വന്നിട്ട് നമുക്ക് റീഫണ്ട് ഓപ്ഷൻ അവിടെ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് റീഫണ്ട് ചെയ്തിട്ട് നമ്മുടെ എമൗണ്ട് വന്നിട്ട് നമ്മുടെ ഫ്ലിപ്കാർട്ട് വാലറ്റിലോട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടോ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഏത് ഓപ്ഷനാണോ നിങ്ങൾക്ക് വേണ്ട അത് കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുന്നതായിരിക്കും. അപ്പം ഒരു വട്ടം റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ റിട്ടേൺ ഓപ്ഷൻ കൊടുക്കുന്ന ഇതിലേക്ക് ഈ സെയിം ഇഷ്യൂ വന്നിട്ട് വ്യക്തമാക്കണം. നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഇഷ്യൂ, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്നിട്ട് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അതിൽ കാണിക്കുമ്പോൾ അതിൻ്റെ കൂടെ റീഫണ്ട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അബദ്ധം പറ്റി എന്നെപ്പോലെ പെട്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്താൽ കിട്ടും. ഇല്ല അങ്ങനെ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അത് ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.